ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഇന്നൊരു പണി കിട്ടി. രാവിലെ തന്നെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെ 18 പണി എല്ലാം നോക്കി, പക്ഷേ സ്റ്റാർട്ടാകുന്നില്ല. എന്താണെന്നറിയില്ല. വയറിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് അത് അവിടെ വെച്ച് ഞാൻ മെല്ലെ മന്ദം നടന്ന് നാട്ടുവഴികളിലേക്കൂടി നടന്ന് നഗരഹൃദയങ്ങളിലേക്ക് പോകുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ്. മുഴുവനായിട്ട് കാണുക ഈ വീഡിയോ. നിങ്ങൾക്ക് അവസാനം ഒന്ന് സംഭവം കാണാം. അതൊരു സസ്പെൻസാണ്, നിങ്ങൾ കാണുക. അങ്ങനെ ഞാൻ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുവഴികളിലൂടെ നടക്കുകയാണ് കേട്ടോ. ഈ വഴികളെല്ലാം പണ്ട് നല്ല സുന്ദരമായ വഴികളായിരുന്നു. ഇടയായിരുന്നു. നമ്മളെ കണ്ണൂർ ഭാഷയിലെന്ന് പറയുമ്പോൾ എടാന്ന് പറയും. എടാന്ന് പറഞ്ഞാൽ ചെറിയൊരു റോഡല്ല, ചെറിയ മണ്ണിട്ട വഴിയായിരുന്നു. നടക്കേണ്ട വഴിയായിരുന്നു ചെറിയ. അത് ഇപ്പോൾ കാലക്രമേണ അത് വീതി കൂട്ടിയ റോഡാക്കി. വീടുകൾ വന്ന് മതിൽ വന്ന് കണ്ട ചുറ്റും. എൻ്റെ ക്യാമറേൻ്റെ 2 സൈഡിൽ എന്ന് പറഞ്ഞാൽ മതിലുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടാണ് ഉള്ളത്. പണ്ട് മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിനേക്കാട്ടും സുന്ദരമായിരുന്നു നമ്മളെ ഗ്രാമങ്ങൾ. അങ്ങനെ ഞാൻ നടന്ന് കാഴ്ചകളിലെ കണ്ട് രാവിലെ തന്നെ നടക്കുക എന്ന് പറയുമ്പോൾ കുറേ കാലമായി നടക്കാറുണ്ട്. എന്നിരുന്നാലും രാവിലെ തന്നെ ഉള്ള നടത്തം എന്ന് പറഞ്ഞാൽ അതിസുന്ദരമായ നടത്തമാണ്. കാഴ്ചകൾ കണ്ട് സുന്ദരമായിട്ട് കാഴ്ചകൾ ആസ്വദിച്ച്. നല്ലോണം മഴക്കാറുണ്ട്. അപ്പോൾ ഈ മഴക്കാറും ആസ്വദിച്ച് ഏത് നിമിഷവും മഴ പെയ്യും എന്നുള്ള ഇതിൽ കണ്ട. ഈ കാണുന്ന ടവറാണ്, വയലായിരുന്നു ഇത് പണ്ട്. ഇപ്പോൾ വയലെന്ന് തോന്നിപ്പിക്കൂ എന്ന് മാത്രമേ ഉള്ളൂ. കൃഷിയുമില്ല, ഒന്നുമില്ല. വയലെ ലൈന് കമ്പി, അതായത് വൈദ്യുതി കമ്പി പോസ്റ്റ് പോകുന്നതാണത്. പിന്നെ വീട് വന്നു, കാര്യങ്ങൾ വന്ന്, മതിൽ വന്ന്. അല്ല, ഇതൊക്കെ കാണുമ്പോൾ ഈ വഴീൻ്റെ ഈ തെങ്ങും കവുങ്ങും എല്ലാം ഉള്ള നിറഞ്ഞ പറമ്പായത്. ഇത് നടുക്കേ കൂടിയായിരുന്നു പണ്ട് വഴി. ഇപ്പം വഴിയില്ല, വഴി അടച്ചു. ഇപ്പം റോഡായി, മതിൽ വന്നല്ലേ, അങ്ങനെയായി കാലഘട്ടം. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന ഈ വയലിലേ കൂടി നേരെ ക്രോസ് ചെയ്തു. പണ്ട് വരമ്പായിരുന്നു. ഈ വയൽ മുറിച്ച് കിടക്കണ്ടെങ്കിൽ വരമ്പാണ്. ആ വരമ്പെന്ന് പറഞ്ഞാൽ വയലിൻ്റെ വരമ്പില്ല, അതിർത്തി വയലിൻ്റെ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കൂടി അങ്ങനെ കയറിയിട്ടാണ് പോവുക. അപ്പോൾ മഴക്കാലത്തെല്ലാം വെള്ളം കയറി പുഴ പോലെയാവും. പക്ഷെ ഇന്ന് പുഴയും ഇല്ല. ഇന്ന് മറ്റു വീടുകളിലാണ് വെള്ളം കയറുന്നത്. കാരണം വയലിലാണ് വീട് എടുക്കുന്നത്. അപ്പോൾ വെള്ളം കയറും, സ്വാഭാവികം. പിന്നെ വെള്ളപ്പൊക്കാന്ന് പിന്നെ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. വെള്ളം പോകേണ്ട വഴി ഉണ്ടാക്കണ്ടേ മനുഷ്യൻ? അതില്ല. നെൽപ്പാടങ്ങളുമില്ല. അതെല്ലാം തരിശ് ഭൂമിയായി കാട് കയറി നിൽക്കുന്ന വാഴകളും കവുങ്ങളും തെങ്ങുകളും വെച്ച് പറമ്പാക്കുന്നു. പിന്നെ വെള്ളം പോകാൻ വഴിയില്ല. ഇത് കണ്ടോ, ഇത് വയലിൽ നിന്ന് കയറുന്ന റോഡാണ്. ഇതും പണ്ട് ഇടയായിരുന്നു. സാധാരണ നടന്നു പോകേണ്ട ഇതിനെക്കാട്ട് വീതി കുറഞ്ഞ ഒരു കുണ്ടടയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ വഴിയെല്ലാം റോഡ് ഇച്ചിരി വീതി കൂട്ടി ടാർ ചെയ്ത് വീട് വന്ന് സൈഡുകളിൽ മതിൽ കെട്ടി. മതിലൊന്നും വന്നില്ല, ഇന്ന് കാണാം. ഇന്ന് നോക്കി അങ്ങേ തെക്കും വടക്കും കിഴക്കും എല്ലാം ദീർഘദൂര ദിശയിൽ കാണാം. അപ്പോൾ അത് കാണാമെന്ന് വെച്ചാൽ അതിസുന്ദരമായ സ്ഥലമായിരുന്നു. അപ്പോൾ എല്ലാവരോടും ലോക്യം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ആസ്വദിച്ച് പോയി. ഇന്ന് കാണൂല. ഇന്ന് മതിലിൻ്റെ മറവിൽ നിൽക്കുകയില്ല, പുറത്തിറങ്ങൂല ആരും. അപ്പുറം ഇപ്പുറം ഇല്ല, ബന്ധം ഒന്നുമില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഞാനിങ്ങനെ രാവിലെ ആസ്വദിക്കും. അപ്പോൾ എന്ത് വേണം ഇനിയിപ്പോൾ അടുത്ത പരിപാടി? ഇലക്ട്രീഷ്യനെ കൂട്ടിയിട്ട് വരണം. അപ്പം ഇലക്ട്രീഷ്യൻ കൂട്ടിയിട്ട് വരണ്ടെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല കടയിലേക്ക്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാനങ്ങനെ ഇവിടെ മെയിൻ റോഡിനെത്താനായി. മെയിൻ റോഡിന്, അതായത് വാഹനങ്ങൾ കൂടുതലുള്ള ബസ്സുകളുള്ള റോഡിന് നടന്നിട്ട് എത്തി. അപ്പോൾ ഞാൻ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ബസ്സിന് കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിൽക്കും. സ്ഥലമാണ്, വലിയ ദൂരമൊന്നുമില്ല കണ്ണൂർ നഗരത്തിലേക്ക്. അപ്പോൾ അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ഞാൻ. അപ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷയുണ്ട്. വാഹനങ്ങൾ കുറവാണ്, രാവിലെയല്ലേ, മഴക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബസ്സിന് കാത്തു നിൽക്കുന്നു. അങ്ങനെ ബസ് വന്ന് ഞാൻ അതിലേക്ക് കയറി നഗരത്തിലെത്തി. നഗരത്തിലെത്തുന്ന കാഴ്ച ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഞാൻ കണ്ണൂർ നഗരത്തിലെത്തി.
നഗരത്തിൻ്റെ ഒരു ഭാഗത്ത്. അവിടുന്ന് സൈഡിൽ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ട് പോവുകയാണ്, നടന്ന് പോവുകയാണ്. ചായയെല്ലാം കുടിക്കണ്ടേ? നല്ലൊരു ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായയെല്ലാം കുടിച്ച് പത്രം വായിച്ച് സമയം കൂട്ടണം, കാരണം ഇലക്ട്രീഷ്യൻ വരേണ്ടതാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു പാവം മനുഷ്യൻ കാലിനെല്ലാം കെട്ടും തലയിൽ ചുമടെല്ലായിട്ട് നടന്നു പോന്നു. അയാൾ എന്നോട് പൈസക്ക് ചോദിച്ച് ഞാൻ പൈസ കൊടുത്ത് ചായ കുടിക്കേണ്ട പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്തു. സങ്കടം തോന്നിപ്പോയി. അപ്പം മഴയും പെയ്തു. അങ്ങനെ മഴയും പെയ്ത് എന്താക്കി, ഞാൻ വീണ്ടും നടന്ന് പോവുകയാണ്. അപ്പോൾ അയാൾ അവിടെ സൈഡിലുണ്ട്, മഴയായതുകൊണ്ട് സൈഡിലാക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പാവം എന്ത് കെട്ടാന്നറിയില്ല, കാലിലെല്ലാം കൈക്കെല്ലാം കെട്ടുണ്ട്. തമിഴനാണ്, മലയാളിയല്ല. ആ സൈഡിൽ നിന്നിട്ടുണ്ട്, മഴ പെയ്തുകൊണ്ട്. അങ്ങനെ ഞാൻ മഴയും കുടയും ചുരുക്കണ്ട അവിടെ നിന്നിട്ടുണ്ട്. പാവം ആദ്യം ചുമട് തലയിലെടുത്ത്. ഓരോരോ വിധിയാണിതല്ലോ, സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ അങ്ങനെ ചെന്ന് കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ ഞാൻ മഴയെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് നീങ്ങി പോവുകയാണ്. അപ്പോൾ രാവിലത്തെ ചെറിയ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ കുടയെടുത്തായിരുന്നു, അത് ഭാഗ്യം തന്നെ. കുടയെടുത്തുകൊണ്ട് ഭാഗ്യം തന്നെ. കുടയും ചൂടിയിട്ട് ഞാൻ ക്യാമറ കണ്ണുകളുമായി ഇങ്ങനെ നടന്ന് നീങ്ങുവാണ്. അപ്പോൾ നേരെ ലക്ഷ്യം ചായക്കടയിൽ ചായ അടിക്കുക, പത്രം വായിക്കുക, എന്നിട്ട് പോവുക. ഇലക്ട്രീഷ്യനെ കൂട്ടിയിട്ട് വണ്ടി എവിടെയാണോ ഉള്ളത് അവിടെ പോയി അവിടുത്തെ ശരിയാക്കിയിട്ട് വീണ്ടും വാഹനം എടുത്തിട്ട് പോവുക എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. പക്ഷേ രാവിലെ തന്നെ ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിലൊരു പാടാണ്. വാഹനം ഉള്ളവർ അഹങ്കരിക്കരുത്. ഏത് വാഹനം ആയിക്കോട്ടെ, അത് അപ്പോഴാണ് പണി തരുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ചില ആൾക്കാരുടെ വാഹനം ഓടിക്കുമ്പോൾ അഹങ്കാരത്തോടു കൂടി രാഷ്ട്രത്തോടു കൂടിയിട്ടെല്ലാം മത്സരയോട്ടത്തോടു കൂടിയെല്ലാം വാഹനങ്ങൾ ഓടിക്കുന്നില്ലേ. അപ്പോൾ ഇതെല്ലാം ഒരു പാടാണ്. പക്ഷേ എനിക്ക് പാടല്ല, എനിക്ക് നന്നായിട്ട് ബോധമുണ്ട്, അറിവുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായിട്ട് വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വിഷമമൊന്നുമില്ല. ഒരു മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരേണ്ട കാര്യമുള്ളൂ, അവർ വരേണ്ട കാര്യമുള്ളൂ. പ്രശ്നം തോന്നും, വലിയ തിരക്കുമില്ല. അങ്ങനെ അതെല്ലാം ആയിട്ട് നടന്നു പോയി. ഞാൻ ഇങ്ങനെ വരുമ്പോൾ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച്. അപ്പം മഴ പെയ്യാൻ തുടങ്ങി. മഴയോട് മഴയാണ്. അങ്ങനെ മഴയും കണ്ട് ഞാനിങ്ങനെ നടക്കുമെന്ന്. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് പെട്ടെന്ന് ചിലപ്പോൾ അത് സ്തംഭിച്ചു പോകും. മെക്കാനിക്ക് പരമായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ സുന്ദരമായിട്ട് നടന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം നിങ്ങൾക്കൊന്ന് വീഡിയോ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ ആസ്വദിക്ക് എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത്. ഈ കാണുന്ന നാരായണ പാർക്ക്, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള പാർക്കാണ് ശ്രീനാരായണ പാർക്ക് എന്ന് പറയും. ഇത് പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. പയ്യാമ്പലം ബീച്ചിലേക്കും പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിലേക്കും പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടും ഇങ്ങനെ പോയി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരണം, അത് ശരിയാക്കണം, എന്നിട്ട് പോകണം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ നിങ്ങൾ കണ്ട എല്ലാവർക്കും വളരെ നന്ദി കേട്ടോ. അതുപോലെ ഇനിയും പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ ജീവിതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നല്ല 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 അടിപൊളി വെടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഒരുപാട് വീഡിയോകളുണ്ട്, ഒരുപാട് നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കഴിഞ്ഞ വീഡിയോകളെല്ലാം ഒന്ന് കൊടുക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.
മഴ വീണ്ടും വന്നു, കർക്കിടകം അവസാനമായി. അപ്പം അതിൻ്റെ ഇത് അലയടികളെല്ലാം ഉണ്ട്. എന്താ പറയേണ്ടത്, ഞാനിങ്ങനെ ടെൻഷനൊന്നുമില്ല. പിറന്നാലും അങ്ങനെ കൊടുക്കല്ല, സ്വാഭാവികമാണ്. അങ്ങനെ ഞാൻ ചായക്കടയിലെത്തി. സ്ഥിരം കമ്മിറ്റിയിലുള്ള ആ നായ അപ്പു എന്ന നായ വന്നു ചായ കുടിക്കാൻ. അപ്പോൾ അതിനും സമൂസയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ആൾക്കാരെല്ലാം കൊടുക്കും. അതെല്ലാം കുടിച്ച് ചായയെല്ലാം കുടിച്ച് ആസ്വദിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനിയെന്നാ പറയണ്ടേ അല്ലേ? എല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം തരിക. ഓക്കെ, ബായ്.